ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് 51 സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം എല്ലാവർക്കും തന്നെ 51 മസമൂറ്, ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബലത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്നുള്ളതായ അനുതാപത്തിൻ്റെ സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമാണ്. എന്തിനാണ് നമ്മളിത് ധ്യാനിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വായിച്ച് 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ച്. 2 ശമൂവേൽ 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച്, ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറയുന്നതായ വാക്കുകളാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണത്. ദാവീദിൻ്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയാൽ വിരൽ ചൂണ്ടിക്കൊണ്ട് രാജാവായ അധികാരമുള്ളതായ ദാവീദിനോട് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന നാഥാൻ പറയുന്നതായ വാക്കുകൾ ഒന്നോടെ വായിച്ച്. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്തത് അനിഷ്ടമായത് ചെയ്തു. അടുത്ത വാക്യം. ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി. ദൈവത്തിന് നിന്റെ ഒരു പട്ടാളത്തിൽ അംഗമായിരിക്കുന്ന ഊരിയാവെ നീ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. ആ പട്ടാളക്കാരൻ്റെ വിശ്വസ്തനായിരിക്കുന്ന പട്ടാളക്കാരനെ കൊന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ സർവസ്വമായിരുന്ന ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തത് കൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗം പറയുന്ന കാര്യമാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു വ്യക്തിയെ നിർദാക്ഷിണ്യം വെട്ടിക്കൊല്ലുന്നു, അതിനുള്ളതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് എടുക്കുന്നു. അതിനു മുൻപ് തന്നെ ആ സ്ത്രീയെ അധികാരം ഉപയോഗിച്ച് സ്വന്തം മുറിക്കകത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന് വൃത്തികെട്ടതായ പാപത്തിൽ വീണു. ആ സ്ത്രീ ഗർഭിണിയായി. പാപം മറയ്ക്കാൻ വേണ്ടിയിട്ട് അനേക കുതന്ത്രങ്ങളെല്ലാം ചെയ്തു. അതിനു വേണ്ടിയിട്ട് ആ പാപം ആ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് അനേക അനർത്ഥങ്ങൾ നിൻ്റെ വീട്ടിൽ വരും. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. കൊലപാതകവും വേശ്യാവൃത്തിയും വഞ്ചനയും മദ്യപാനവും തിരുത്താനാകാത്ത വൃത്തികെട്ട പാപങ്ങളെല്ലാം ചെയ്ത് ദൈവത്തിന് അനിഷ്ടമായി ജീവിച്ചതായ ഒരു വ്യക്തി. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ആ വ്യക്തിയിൽ വന്ന മാറ്റം ദൈവം തമ്പുരാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പുതിയ നിയമത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അതേ ദാവീദിനെ കുറിച്ച് ആദ്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയതായ ആ വൃത്തികെട്ട ജീവിതം നയിച്ച ദാവീദിനെ കുറിച്ച് പിന്നീട് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്ന എന്താണ്? ഞാൻ യിശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പോൾ എനിക്ക് ഏറ്റവും ബോധിച്ച ഒരു പുരുഷനാണ് ഈ ദാവീദ്. യിശ്ശായിയുടെ മകനായ ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. എൻ്റെ ഉള്ളം സന്തോഷിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് അവൻ. എനിക്ക് എന്ത് ബോധ്യമാണെന്നറിയാമോ അവനെക്കുറിച്ച്? അടുത്ത വാക്യം കൂടെ വായിച്ച്. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു കൂട്ടിയതായി ആ ദാവീദിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്, എനിക്കിഷ്ടമായതെല്ലാം ചെയ്യണ ഒരാള്. എനിക്ക് അദ്ദേഹത്തെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളം തണുപ്പിച്ചതായ ഒരു ദാവീദ്. വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇതിനല്ലേ നമ്മൾ കൂടി വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത്രയുള്ളതായ സമയം ദൈവത്തിൻ്റെ അതേ ആത്മാവ് എന്നോട് ഇടപെട്ട് ദൈവത്തിന് സ്തോത്രം, എനിക്കൊരു മാറ്റം തരണമേ കർത്താവേ. ഈ വേശ്യാവൃത്തിയും കൊലപാതകവും വഞ്ചനയും മദ്യപാനവും എല്ലാം നടത്തിയതായ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തതായ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിച്ചു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച്. എന്നെ ഞെട്ടിപ്പിച്ചതായ മറ്റൊരു പദപ്രയോഗമുണ്ട് പുതിയ നിയമത്തിൽ. പൗലോസ്ലീഹ പറയുന്ന വായിച്ച്. എന്താണ് സുവിശേഷം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഏത് പേരാ വന്നിരിക്കുന്നത് പറഞ്ഞ്?
ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ധന്യനായിരിക്കുന്ന പൗലോസ് എന്നാ പറയുന്നത്? ഈ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്താനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാണ് എൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തു, ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വചനമാണ് സുവിശേഷം എന്നല്ല പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന് ആരും ചോദിക്കരുത്. എനിക്ക് ആശയ്ക്ക് വകയുണ്ടോ എന്ന് ആരും ചോദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതായ വാക്യം ഇതാ: ദാവീദിന്റെ ചരിത്രം ഏകദേശം അറിയാവോ? മോനെ, നീ ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സർവശക്തനായ ദൈവം ജീവിക്കുന്നു. നമുക്കത് മതി. നമുക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല. നമുക്കെല്ലാവർക്കും വിശുദ്ധരായി തീരണം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി മാറും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ആരും ഇത് കേൾക്കുന്നില്ല. ഇന്ന് പ്രത്യാശയുടെ നാമ്പ് കിളിർക്കുന്നവരായിരിക്കണം. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചു തരും. അതിനു വേണ്ടിയിട്ടാണ് വചന ശുശ്രൂഷ. കുറെ പോയിന്റുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ പ്രത്യാശയോടിരുന്നേ മക്കൾ, എല്ലാവരും പ്രത്യാശയോടിരുന്നേ. എനിക്ക് ആശയ്ക്ക് വകയുണ്ടല്ലോ. എന്തുമാത്രം വൃത്തികെട്ട പാപങ്ങൾ, തിരുത്താൻ വയ്യാത്തതായ പാപങ്ങൾ, ലജ്ജാകരമായിരിക്കുന്ന പാപങ്ങൾ, ദൈവത്തിന് സ്തോത്രം, എല്ലാം ഒരിക്കലും പൊറുക്കാൻ സാധ്യമല്ലാത്ത പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലും ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗജന്യമായി കൃപ വ്യാപരിപ്പിച്ച് തന്ന് എന്നെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിൻ്റെ ആമുഖം എന്ന് വായിച്ച്, ഹെഡിങ് എന്ന് വായിച്ച്, 51 സങ്കീർത്തനം എഴുതി വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ എഴുതിയേക്കണം. എല്ലാവരും വേദോസം എടുത്ത് നോക്കി. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അടുത്ത വാക്യം: അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം ഊര്യാവിന്റെ ഭാര്യയായ ആ കുളിക്കുന്ന സ്ത്രീയെ വിളിച്ചു വരുത്തി അവൾ ആ മുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ കുറ്റം ചെയ്തതായ ദാവീദിന്റെ അടുക്കൽ, കുറ്റബോധമില്ലാതിരുന്നതായ ദാവീദിന്റെ അടുക്കൽ കുറ്റബോധം വരുത്തുവാൻ വേണ്ടി ദൈവം നാഥാൻ പ്രവാചകനെ വചനവുമായിട്ട് അയച്ചു. നാഥാൻ പ്രവാചകൻ ചെന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി വിരൽ ചൂണ്ടി പറഞ്ഞു. അപ്പോൾ ചമച്ചതാണിത്. ദൈവത്തിന് സ്തോത്രം. കുറ്റബോധം വന്നപ്പോൾ, അനുതാപം വന്നപ്പോൾ ഉള്ളതായ ഏറ്റുപറച്ചിലാണ് ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും രേഖ, അനുദപിക്കുന്ന ഒരു പാപിയുടെ വിലാപഗീതം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ആത്മരോദനമാണ്. ഇനി 11-ാം അധ്യായം എടുത്ത്, 2 ശമൂവേൽ 11 എടുത്ത്, അതിൻ്റെ അല്പം പശ്ചാത്തലം പറഞ്ഞിട്ട് നമുക്ക് വിശദാംശത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച്. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. എല്ലാവരും ഉണർന്ന് സത്യയോടെ കേട്ടി. പാപത്തിന് തുടക്കമാണ് പറയുന്നത്. എല്ലാവരും അവനവൻ്റെ വ്യക്തിപരമായി ദാവീദിലേക്ക് വിരൽ ചൂണ്ടാനല്ല. ദാവീദ് സ്വർഗത്തിലിരുന്ന് കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ സ്വർഗത്തിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സാറേ, ഇത് പറയുന്നത് മുഴുവൻ സത്യമാണ്. നിങ്ങൾ ആരും കേട്ടതിനേക്കാൾ വൃത്തികെട്ട ഭാവിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. ഒരു സമയത്ത് എൻ്റെ കൈയും കാലും എൻ്റെ ശരീരവും എവിടെയായിരുന്നു എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താണ്? അത്രയും വൃത്തികെട്ട കൊടിയായ പാപത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? ദാവീദിനെ ആടുകളുടെ ഇടയിൽ നിന്ന് കൊണ്ടുവന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന രംഗത്ത് പിടിച്ചുകൊണ്ട് വന്ന് കൊട്ടാരക്കെട്ടിൽ, ദൈവത്തിന് സ്തോത്രം, ആ കയ്യിലിരുന്നായ ഒരു മരക്കൊമ്പ് പോലുള്ളതായിരിക്കുന്ന വടിയൊക്കെ എടുത്തു കളഞ്ഞു. രാജാവിന് ചെങ്കോൽ കയ്യിൽ കൊടുത്തു. വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് ആടുകളുടേതായ ആ ആട്ടിൻ തൊഴുത്തിൻ്റെ വാതുക്കൽ വെറുതെ കിടന്നായിരിക്കുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് കൊട്ടാരക്കെട്ടിൽ, സപ്രപഞ്ചക്കെട്ടിൽ കിടത്തി. ഹല്ലേലൂയ. മൃഷ്ടാന്ന ഭോജനം കഴിച്ച് സുഖലോലുപനായി ജീവിക്കുക.
അതേ സമയത്ത് യുദ്ധം നടക്കുകയാണ് ശത്രുരാജ്യവുമായിട്ട്, ദാവീദിന്റെ സൈന്യം മുഴുവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദിലൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞു? ഒന്നോട് വായിച്ചത്. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടത് ശ്രദ്ധയോടെ കേട്ടേ, നിസാരമായിട്ട് എഴുതരുത്. ജീവിതത്തിൽ അലസതയോടെ കിടന്നുറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ തലമുറ ഇന്ന് വളരെ വേദനയോടാണ് ദൈവം കാണുന്നത്. തിരക്ക് പിടിച്ച് ജീവിതം കഴിഞ്ഞു വന്നതിന് ശേഷം ആകെ മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണ്. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തതായ ദാവീദേ, നീ ഇപ്പോൾ കിടക്കയിലല്ലേ കിടക്കുന്നത്? ജഡീകമായിരിക്കുന്ന സുഖങ്ങൾ തിന്ന് കുടിച്ച് രസിച്ച് കിടന്നുറങ്ങിയാണ്, മതിയാവണില്ല. പാവപ്പെട്ട ഒരു കൂട്ടം പട്ടാളക്കാര് രക്തം ചിന്തി മരിക്കുന്നു യുദ്ധക്കളത്തിൽ. ആ രാജാവോ ഭരണാധികാരിയോ സുഖലോലുപനായി കിടക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോടൊരു സത്യം പറയുന്ന നിങ്ങളെല്ലാവരും ചങ്ക് തുറന്ന് കേൾക്കണമെന്ന് ഞാൻ പറയും. പട്ടിണിയും വേദനയും ഉറക്കളപ്പും നീരുറവയിൽ നിന്ന് ഒഴുകി വരുന്നതായ വെള്ളം കുടിച്ച് കായ്കനികൾ തിന്ന് ഉറക്കമില്ലാതെ അർത്ഥപട്ടിണിയിൽ പുറത്തു കിടന്ന് ഉറങ്ങിയതായിരിക്കുന്ന ദാവീദ് സുഖലോലുപനായി സമൃദ്ധിയുടേതായ കൊട്ടാര കെട്ടിടത്തേക്ക് വന്നപ്പോൾ ദൈവത്തെ മറന്നു. ഞാൻ ഈ പറയുന്ന സെന്റൻസ് വാചകം നിങ്ങളൊന്ന് ഓർക്കുമോ? ഭൗതികമായിരിക്കുന്ന വളർച്ച ആത്മീയമായിരിക്കുന്ന തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ഭൗതികമായിരിക്കുന്ന വളർച്ച, ഇച്ചിരി പട്ടിണിയും ഇച്ചിരി വേദനയും, യോഹന്നാൻ എപ്പോഴും പറയും ഇച്ചിരി രോഗവും ഇച്ചിരി അയ്യം വിളിയൊക്കെ ഉണ്ടോ, ഭാഗ്യശാലികളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കേൾക്കുന്ന രംഗത്തിരുന്ന് തീരുമാനമെടുക്കണം. എനിക്ക് എന്തുമാത്രം സമൃദ്ധിയും ആരോഗ്യവും പണവും ബാങ്ക് ബാലൻസും ഉദ്യോഗക്കയറ്റവും കിട്ടിക്കഴിഞ്ഞാലും അരുമനാഥൻ രക്തം പുറന്ന കാൽപാദം പിടിച്ചുകൊണ്ട് ഞാൻ തീരുമാനം പറയുകയാണ്, ഒരിക്കലും ഞാൻ ആത്മാവിൽ തളരുകയില്ല. ആത്മാവിൻ്റെ ഉയർച്ചയല്ലാതെ തകർച്ച ഒരിക്കലും ഭൗതികമായ ഉദ്യോഗക്കയറ്റം കിട്ടിയാലോ, ശമ്പളം വന്നു കഴിഞ്ഞാലോ, സൈക്കിൾ ഇല്ലാത്തവന് കാറ് കിട്ടിക്കഴിഞ്ഞാലോ, ചെറ്റപ്പുരയിൽ കിടന്നവൻ ഇപ്പോൾ AC റൂമിൽ കിടന്നാലോ, ഒരു കാര്യം വളരെ വ്യക്തമായ കർത്താവേ, നിന്നോടുള്ളതായ ബന്ധത്തിൽ ഞാൻ കൂടുതൽ ചൂടുള്ളവനായി നിൽക്കുക മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചില്ലെങ്കിൽ അപകടമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥന ഒരിക്കലും കുറയ്ക്കില്ല എന്ന് ഉറപ്പ്. നിങ്ങൾക്ക് കണ്ട് ഉറപ്പുണ്ടോ? ഒരു തീരുമാനം എടുത്ത് വ്യക്തമായിട്ട് എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഒരു റൊട്ടീനില്ലേ? നിങ്ങൾക്ക് നിർണായകമായൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമാണ് ചില കാര്യങ്ങൾ. സാറിനൊക്കെ വേറെ പണിയില്ലാണ്ടാണ്, ഒന്നല്ല ദൈവമക്കളെ, പണി ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെയാണ്, വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എന്തെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് രഹസ്യ പ്രാർത്ഥന, മുട്ടിന്മേലിരുന്ന് ചങ്ക് തുറന്ന് ഉള്ളം തുറന്ന് കർത്താവേ പോകല്ലേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 രക്തം ഒഴുകി വന്ന് മോചനം കിട്ടി സ്തുതിച്ചിട്ടല്ലാതെ എഴുന്നേൽക്കുന്ന വിഷയമുണ്ടാകരുത്. ഈ ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? നമ്മുടെ കൂട്ടായ്മ ഒന്ന് ഉണരട്ടെ, പ്രാർത്ഥനാ വീരന്മാര് ഉരുത്തിരിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ കാര്യം താഴത്തേക്കൊന്ന് വായിച്ചേ, അത് വായിക്കാൻ നേരം വേഗം വായിച്ചേ. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീ മട്ടുപ്പാവിക്കോടെ എഴുന്നേറ്റ് നിന്നു പ്രാർത്ഥിക്കാൻ പോണതിന് പകരം മട്ടുപ്പാവിക്കൂടി സുഖലോലുപനായി ഉരാത്തി നടന്നപ്പോൾ തൊട്ട് താഴെയുള്ളതായിരിക്കുന്നതായ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ കുളിക്കുകയാണ്, സന്ധ്യ മയങ്ങാറായിരിക്കുന്ന സമയം. അത് നോക്കി കണ്ടുകൊണ്ടിരുന്നു. മോഹം ഗർഭം ധരിച്ചു. ദൈവമക്കളെ, അത് പാപമായി വേശ്യാവൃത്തിയായി പ്രസവിച്ചു. ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന അധികാരമുള്ള വ്യക്തി വേണ്ടാത്ത ബന്ധത്തിലേക്ക് പോയി ആ സ്ത്രീ ഗർഭിണിയായി. പിന്നീട് അതിനെ സ്വന്തമാക്കി കിട്ടാൻ വേണ്ടി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്ന് മദ്യപിപ്പിച്ച് കൊല്ലിച്ചു. ദൈവമക്കളെ, ഭയാനകമായിരിക്കുന്ന പാപം വന്നു. തുടങ്ങിയ എവിടെയാ തുടങ്ങുന്നത്? ഒരു നോട്ടം, ഒരു നോട്ടം. അന്നേരം കണ്ണു പറിക്കണ്ടായിരുന്നു. യോഹന്നാൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. ഞാൻ പറയും, കാഴ്ചപ്പാട്. കണ്ണു ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. സിൻ ഈസ് പ്രോഗ്രസീവ്. പാപം തുടങ്ങാൻ അറിയാം, അനേകർക്ക് നിർത്താൻ അറിയാൻ പാടില്ല. മദ്യപാനമായിക്കൊള്ളട്ടെ, വേശ്യാവൃത്തി ആയിക്കൊള്ളട്ടെ, സിനിമ കാണലായിക്കൊള്ളട്ടെ, കോപമായിക്കൊള്ളട്ടെ, ഏതാണെങ്കിലും ഇത് കേൾക്കുന്നവരുടെ ഉള്ളം തൊടണം.
പാപത്തിൻ്റെതായ തുടക്കം കുറിച്ചവരെ ഇന്ന് നിർത്തിവെച്ചപ്പോൾ വിടുന്നു. കിൽ ദാറ്റ് ബാഡ് ഹാബിറ്റ് ബിഫോർ ഇറ്റ് കിൽസ് യു. ഏതെല്ലാം പാപമുണ്ട്, കിൽ ദാറ്റ് ബാഡ് ഹാബിറ്റ് ബിഫോർ ഇറ്റ് കിൽസ് യു. നിന്നെ കൊന്ന് നരകത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടും. അതിനു മുമ്പ് ഈ ശബ്ദം കേൾക്കുമ്പോൾ പാപത്തിൻ്റെ ഏതെങ്കിലും പ്രവണത നിന്നെ തൊട്ട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിർത്തണം. ഒരു രാജാവ്, ഞാൻ വേഗം പറയാം, വിവാഹം കഴിഞ്ഞു, രാജാവാണ്, രാജ്ഞിയാണ്, കൊട്ടാരക്കെട്ട് മറ്റുണ്ട്, മട്ടുപാവുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ശരിയാണ്. പക്ഷെ പിള്ളേരില്ല. ദൈവത്തിൻ്റെ 7ാമത്തെ വർഷം മറ്റേ ഞാൻ വായിച്ചതാണ്. ഒരു മിടുക്കൻ ആൺകുട്ടി ഉണ്ടായി. കയ്യോ വളർന്ന് കാലോ വളർന്ന് നോക്കി ഈ കൊച്ചനിങ്ങനെ ഓടി കളിച്ച് നടക്കുകയാണ്. മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ ദൈവമക്കളെ, ഈ രാജാവിന് ഒരു ഹോബിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട കാര്യം എന്നാണെന്നറിയാമോ? വനത്തിൽ പോയി വേട്ടയാടും, മൃഗങ്ങളെ വെടിവെക്കും. ഒരു ദിവസം അദ്ദേഹം ഒരു സങ്കേത കെട്ടിടമുണ്ട്, അവിടെ നിന്ന് സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നോക്കിയപ്പോഴേക്കും ഒരു ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു സിംഹം, ഒരു പെൺസിംഹം അതിങ്ങനെ കിടക്കുകയാണ്. ഒരു 4-5 സിംഹ കുഞ്ഞുങ്ങൾ, കൊച്ചു പൂച്ചക്കുഞ്ഞിനെ പോലെ അതിൻ്റെ മലപ്പാൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്ന കാര്യങ്ങളുടെ പറയുന്നു. രാജാവ് ഈ അത് വെടിവെച്ച് കൊന്നു. ആ തള്ള സിംഹം ചത്തുപോയി. രാജാവ് ചെന്ന് കഴിപ്പിക്കും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓമനത്വമുള്ള കുഞ്ഞുങ്ങൾ. അതിലൊരു സിംഹക്കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്നു, തന്നെ ഈ പൂച്ച കുഞ്ഞിനെ പോലെ. അതിന് കൊണ്ടുവന്നു ഈ കൊച്ചിനെ കൊടുത്ത് വിട്ടുകൊടുത്തു. ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കാനായിട്ട്. സിംഹക്കുട്ടി ഓടും, പൂച്ചക്കുഞ്ഞ് പോലെ ഇത് ഓടും, ഈ കൊച്ചു ഓടും, കളിച്ച് കിടക്കണതൊക്കെ ഒന്നിച്ചാ. ഇതിൻ്റെ ബിസ്ക്കറ്റും പാലൊക്കെ കുടിക്കണം, പച്ചയാർത്തിൽ കിടക്കണം ഒന്നിച്ചാണ്. ദൈവത്തിൻ്റെ സ്വതന്ത്രം വളർന്നു വന്നു. കൊച്ചിന് 4 വയസ്സായി, ഇതിന് 4 വയസ്സായി. അത്രയും കാലം വളർത്തുകയാണ്. അപ്പോൾ ഒരുമാതിരി വലിയ ഒരു കുഴപ്പമില്ല. ഈ കൊച്ച എന്നെ തലോടുകയോ എൻ്റെ പുറത്ത് കയറിയിരിക്കുകയോ ഒക്കെ ചെയ്യും. ദൈവമക്കളെ, ഒരു ദിവസം ഈ സിംഹക്കുട്ടിയും ഈ കൊച്ചും കൂടെ ഒന്നിച്ചോടുക. ഈ സിംഹക്കുട്ടിയെ തട്ടി മറിഞ്ഞു വീഴും. ദൈവത്തിൻ്റെ സ്തോത്രം. അന്നിടത്ത് ഈ കാല് മുറിഞ്ഞ്, മുട്ടുമൊക്കെ മുറിഞ്ഞു. അതിൻ്റെ അങ്ങനെ ആ വെളുത്ത് തൊടത്തായ ആ മുട്ടും ആ തൊടയും അതിങ്ങനെ രക്തം വന്നു, അങ്ങനെ വെളുത്തിരിക്കുന്നു, ഇങ്ങനെ രക്തം ഇങ്ങനെ വാർന്നൊലിക്കുക. ഉടനെ ഈ സിംഹം വന്നു, ഈ പച്ച രക്തം ഇങ്ങനെ നക്കി കുടിച്ചു. ഞാൻ വായിച്ചതാ, പച്ച രക്തം ഇങ്ങനെ നക്കി കുടിച്ചു. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ പച്ച രക്തം, മൃഗത്തിൻ്റെ രക്തം അകത്തേക്ക് വന്നപ്പോഴേക്കും, മനുഷ്യൻ രക്തം വന്നപ്പോഴേക്കും അതിൻ്റെ ശൗര്യം, ആ മൃഗീയമായിരിക്കുന്ന വാസന, ദൈവത്തിൻ്റെ സ്തോത്രം, അത് ഉണർന്നു. മുറിഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ആ കൊച്ചിനെ അങ്ങ് കടിച്ച് കീറി. വലിയ വായിൽ നുഴളി കെട്ടുകൊണ്ട് ചെന്നപ്പോഴേക്കും ഒരു കാലയിൽ ഇങ്ങനെ ചവിട്ടി മറ്റേ കാലും കൊണ്ട് കായും കൊണ്ട് കടിച്ചിട്ടും കീറി. കൊച്ച് ചത്ത് കീറി കിടക്കുന്നു. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഉദാഹരണമൊക്കെ പറഞ്ഞു. സിംഹക്കുട്ടിയെ വളർത്തുന്നുണ്ടോ? പാമ്പുകുട്ടിയെ വളർത്തുന്നുണ്ടോ? ചെന്നാക്കുട്ടിയെ വളർത്തുന്നുണ്ടോ? യുവാക്കന്മാർ യുവതികൾ എവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ? നിന്റെ പ്രേമവും നിന്റെ ലൈംഗികമായിരിക്കുന്ന വീഴ്ചകളും വൃത്തികെട്ടതായ മദ്യപാന ആസക്തിയും സിനിമാ കാണലും ബ്ലൂ ഫിലിമും ദൈവമക്കളെ എല്ലാം അരുതാത്തതിനെ കൊടിയ നാശത്തിലേക്ക് നയിക്കുന്നതായ ഒരു പൈശാചികനായി അലറുന്ന സിംഹം നീ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കൊള്ളണം. വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്. ആ വൃത്തികെട്ട പൈശാചികാവുന്ന കീറി മുറിക്കുന്നതായ നരകത്തിലേക്ക് കൊണ്ടുപോയി കിട്ടുന്നതായ സിംഹത്തെ ഇവിടെ ഇട്ടു പോക്കോ, കാൽവറിയിലെ ശക്തി തന്നെ തകർത്തുകൊള്ളും. സ്വർഗത്തിൽ തീ അതിനെ ദഹിപ്പിച്ചുകൊള്ളും. ഇത് കേട്ടതിൻ്റെ ശേഷം വീണ്ടും പാപത്തിൽ രസിക്കാൻ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ദൈവം വേദനിക്കും. ദൈവം ഉത്തരവാദിയല്ല. കേൾക്കാത്ത ആരുമില്ലല്ലോ. ഒരു യുവാവോ ഒരു യുവതിയോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം തുടങ്ങിയതാണ്. ഇപ്പോൾ തല്ലിലേക്കും അവസാനം വേർപെടുന്നതായ ദൈവത്തിന് സ്തോത്രം ഡിവോഴ്സിലേക്ക് വരുന്ന സ്റ്റേജായോ? ഇന്ന് തുടക്കത്തിന്റെ ദിവസമായി മാറട്ടെ, മാനസാന്തരത്തിന്റെ ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ആത്മാവ്, നാഥാൻ പ്രവാചകന്റെ ആത്മാവ് നിങ്ങൾ വിശ്വസിച്ചു? നാഥാൻ പ്രവാചകന്റെ ആത്മാവ്, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യോഹന്നാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കൂട്ടായ്മയ്ക്ക് സ്തുതിയുടെ തുടക്കം കുറിച്ച് തന്നായ പ്രിയപ്പെട്ട പപ്പ ദൈവത്തെ കത്തിച്ചു തന്നായ ആത്മാവിൻ്റെ തീ
നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട യോനാച്ചാൻ അത് ആളിക്കത്തി പടർത്തി എല്ലാ ദേശത്തും വ്യാപരിച്ചു. ഹല്ലേലൂയ. ആ തീയുടെ ഒരു കൊള്ളി എൻ്റെ ജീവിതത്തിലും വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ തീയാണ് നമ്മുടെ കൂട്ടായ്മ നടത്തുന്നത്. ആ തീയാണ് ഇവിടെ ആളിക്കത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആ തീയുമായിട്ട് നാഥാൻ പ്രവാചകൻ അങ്ങ് ചെന്നു. നാഥാൻ പ്രവാചകൻ ചെന്നു, നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വൃത്തികെട്ട പാപം ചെയ്ത വ്യക്തി നീയാണ്. നീ നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കൽ മാനസാന്തരപ്പെട്ടു കൊടുക്കുക. ഒരൊറ്റ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവസാനമായിട്ട് 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആ ദൈവത്തിന്റെ ശക്തിയേറിയ ആത്മാവിന്റെ ശബ്ദം ഹൃദയത്തെ കീറി മുറിച്ചു കഴിഞ്ഞപ്പോൾ 1 വർഷമായിട്ട് കീറാമുട്ടി പോലെ കരിങ്കല്ല് പോലെ ഇരുത്തേക്കുന്ന ദാവീദ് എന്ത് പറഞ്ഞു? വായിച്ചു. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അതിന് നാഥാൻ ദാവീദിനോട്, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അടുത്ത വാക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൃദയം തുറന്ന് കണ്ണു തുറന്ന് കേട്ടെ. അതിന് യഹോവയായി ദൈവം ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. അതേ ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. പാപമില്ലാത്തവരാരും ഇവിടെ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായി യേശുക്രിസ്തു രക്തം നനഞ്ഞവനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. പാപവൻ അധികാരത്തോടെ വന്നിരിക്കുന്നു. അവന്റെ കാൽക്കളെന്ന് വീണേ ദൈവമക്കളെ, വിശ്വാസത്തിന്റെ കരം കൊണ്ട് അവന്റെ രക്തം അവരുടെ കാൽപാദം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓരോരുത്തരും വ്യക്തിപരമായി ഒന്ന് പറഞ്ഞു, പാപമുള്ളവരെന്ന് പറഞ്ഞ്, ഞാൻ കർത്താവേ നിനക്ക് വിരോധമായി പാപം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാം പറഞ്ഞു, മഹാപാപിയാണ് ഞാൻ, മഹാപാതകിയാണ് ഞാൻ ചെയ്യാത്ത വൃത്തികെട്ട പാപങ്ങളില്ല. കർത്താവേ, ഞാൻ നരകയോഗ്യനാണ്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. മഹാപാപിയാ, എന്നോട് കരുണ തോന്നണമേ. ഒന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഒന്ന് കരഞ്ഞ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗവാതിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. അനുതാപത്തിന്റെ രക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ. കാൽവറിയിലെ തീ കത്തി പടരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട്, നിന്റെ അനേക വിധമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ക്രൂശിൻ ചോട്ടിൽ പാപത്തെ മുഴുവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കാം. പാപത്തോട് യാത്ര പറയുക. കർത്താവായ യേശുക്രിസ്തു രക്തത്തിൽ ആശ്രയിക്കുക. ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.